പ്രമുഖ കവി ശ്രീ പ്രഭാവർമ്മ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പ്രഭാവർമ്മ, ഈ രാത്രി എത്രത്തോളം നിരാശാഭരിതമാണ്? ശ്രീ പ്രഭാവർമ്മ, ഈ രാത്രി എത്രത്തോളം നിരാശാഭരിതമാണ്? ദുഃഖഭരിതമായ രാത്രി എന്ന് പാബ്ലോ നെരൂദ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലൊരു രാത്രി തന്നെ പറയാൻ പറ്റൂ. എൻ്റെ മനസ്സിന്റെ ഭാഗമായ എന്തോ ഒന്ന് അടർന്നു പോയ ഒരു വ്യഥയാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് രൂപപ്പെടുത്തിയെടുത്ത പ്രധാന ഘടകങ്ങളിലൊന്ന് എൻജിയുടെ സാഹിത്യം കൂടിയായിരുന്നു. സ്കൂൾ പഠനകാലത്താണെങ്കിലും കോളേജ് പഠനകാലത്താണെങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള ഘട്ടങ്ങളിലാണെങ്കിലും ജീവിതത്തിന്റെ വൈഷമ്യങ്ങളിൽ, ജീവിതത്തിന്റെ ദുർബല സന്ധികളിലൊക്കെ കൈപിടിക്കാൻ പോരുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് എനിക്ക് കൈവന്നിട്ടുണ്ട്. അതെന്റെ മനസ്സിനെ വലിയ തോതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആലങ്കാരികമായി പറയുകയല്ല, മനസ്സിന്റെ ഭാഗമാണ് അടർന്നു പോകുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ കുറിച്ചൊക്കെ സമഗ്രമായും സൂക്ഷ്മമായും ഒക്കെ വിലയിരുത്താനുള്ള ഒരു സന്ദർഭമൊന്നും അല്ല ഇത്. എങ്കിൽ പോലും ഒറ്റ വാചകത്തിൽ പറയാമെന്ന് തോന്നുന്നു, മലയാളത്തിന്റെ മനസ്സായിരുന്നു എഴുത്തുകാരനാണ്. മലയാളത്തിന്റെ മനസ്സ് ആവുക, മനസ്സിന്റെ പ്രതിഫലനമാവുക, മനസ്സിന്റെ സത്തയാവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. നമ്മുടെ ഒരു കാലഘട്ടത്തെ, 6-7 പതിറ്റാണ്ട് കാലഘട്ടത്തെ അടയാളപ്പെടുത്തി എന്നല്ല പറയേണ്ടത്, 6-7 പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ സാഹിത്യത്തിന്റെ മുഖ്യ ശീർഷകമായി നിന്നു ഈ MT എന്ന ദ്വയാക്ഷരി, 2 അക്ഷരം എന്നതാണ് സത്യം. ഈ 7 പതിറ്റാണ്ടിലേറെ നീണ്ട സാഹിത്യ പ്രക്രിയയില് അതിലൂടെ സ്വയം മലയാളിക്ക് ദേശീയ തലത്തിൽ തന്നെ അഭിമാനിക്കാൻ വകതരുന്ന ഒരു സാഹിത്യ വ്യക്തിത്വമായി MT രൂപപ്പെട്ടു വരികയായിരുന്നു. MT എഴുത്ത് തുടങ്ങിയ ഘട്ടത്തില് ഇതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള രീതികള്, തലങ്ങള്, മാനങ്ങളൊക്കെ എഴുത്തിന്റെ രംഗത്തുണ്ടായി. എന്നാൽ പോലും അതിനെയൊക്കെ മറികടന്നു നിൽക്കുന്ന വലിയ പ്രസക്തിയുടെ ചൈതന്യമുള്ള ഒരു എഴുത്തായി MT എങ്ങനെ നിലനിൽക്കുന്നു. അതായത് മാറി വരുന്ന കാലത്തിന് സ്വീകാര്യമാവുന്ന, എല്ലാ കാലത്തിനും സ്വീകാര്യമാകുന്ന, അതായത് താൻ ജീവിച്ച ഒരു ഘട്ടത്തിന് മാത്രം സ്വീകാര്യമാവുന്നതല്ല, താൻ ജീവിച്ച ഘട്ടത്തിനും അതുപോലെ വരാനിരിക്കുന്ന എല്ലാ ഘട്ടങ്ങൾക്കും സ്വീകാര്യമാവുന്ന വിധത്തിൽ, കണ്ടംപററി ടു ഓൾ ചേഞ്ചിങ് ടൈംസ് എന്ന് പറയാവുന്ന വിധത്തിൽ ക്ലാസിക്കുകളാവുന്ന കൃതികൾ നമുക്ക് തന്നുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അത് അക്കാദമിക് പണ്ഡിതർക്ക് വരെ സ്വീകാര്യമാകുന്നു, അതേസമയം തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും സ്വീകാര്യമാകുന്നു. ഈ വിധത്തിൽ സ്വീകാര്യതയിലെ വലിയൊരു സാർവത്രികത MT സാഹിത്യ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ശ്രീ പ്രഭാവർമ്മ, താങ്കളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഇതിഹാസ കൃതികൾ, നമ്മുടെ പുരാണങ്ങൾ, അതിൽ നിന്നൊക്കെ സമകാലികതയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ പുനരാഖ്യാനം ചെയ്യുന്ന രീതിയിലുള്ള കവിതകൾ എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ് താങ്കൾ. MT ആണെങ്കിൽ അതിനെ ആ ഒരു കാര്യത്തിൽ അഗ്രഗണ്യനുമാണ്. ആ ഒരു സർഗാത്മകതയെ താങ്കൾ എങ്ങനെ കാണുന്നു? മാനസികതയുടേതായ ഒരു സ്പർശമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ക്ലാസിക്കുകളിലെ, പുരാണേതിഹാസങ്ങളിലെ, അല്ലെങ്കിൽ ഇപ്പൊ വടക്കൻ പാട്ടിലെ നാടോടി കഥകളിലെ ഒക്കെ കഥാപാത്രങ്ങളെ എടുത്ത് അൺഡു ചെയ്ത് മറ്റൊന്നാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. ആ വിധത്തിലുള്ള സർഗാത്മകത കൊണ്ട് അങ്ങേയറ്റം അനുഗ്രഹീതനായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. ഇപ്പോ അവിസ്മരണീയമായ രീതിയിൽ ഇതിഹാസങ്ങളുടെ, ഫോക്ക് കഥകളുടെ മൗനങ്ങൾ കണ്ടെത്തിയിട്ട്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന മൗനങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ തനത് ശബ്ദം കൊടുത്ത് മുഴക്കിയെടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരേ സമയം സർഗാത്മകവും അതേപോലെ തന്നെ മൗലികവുമായിരുന്നു ആ രീതി. പുരാതന കഥകളുടെ പുനർവായനയിലൂടെ പുതിയ പാരായണ സാക്ഷരതകളുടെ വലിയ ഒരു ആകാശം തുറന്ന് നൽകാനാവും വായനക്കാർക്ക് എന്ന് വിശ്വസിച്ച ആളാണ് MT. അതുകൊണ്ട് തന്നെയാണ് MT രണ്ടാമൂഴം എന്ന നോവലിൽ അതുവരെ ഇല്ലാത്ത ഒരു ഭീമനെ അവതരിപ്പിച്ചത്. ഭീമൻ, സർവശക്തനായ ഭീമൻ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ എപ്പോഴും രണ്ടാമൂഴക്കാരനായി പോകേണ്ടി വരുന്ന, പലപ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന, അവഗണിക്കപ്പെടേണ്ടി വരുന്ന ഒരു ഭീമനെ നമുക്ക് കാണിച്ചു തന്നു അദ്ദേഹം. അതേപോലെ വടക്കമ്പാട്ടിലെ ചന്തുവിനെ എടുത്തിട്ട് ആ ചന്തുവിന്റെ ചതിയുടേതായ ഒരു ഇമേജ്, അത് അങ്ങ് അതിന്റെ ചെളി അങ്ങനെ പൂർണ്ണമായും കഴുകിക്കളഞ്ഞ്
ഒരു 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 സ്നേഹ ബിംബമാകുന്ന ചന്തുവിനെ, അതായത് ചതിക്ക് വിധേയനാവുന്ന ചന്തു ആക്കി ഈ ചതിയൻ ചന്തുവിനെ മാറ്റിയെടുക്കുക. അതൊക്കെ അതായത് നമ്മുടെ വിശ്വാസങ്ങളെ കൂടെ ഉടച്ചു വാക്കലാണ്. ഇന്ന് ചന്തുവിനെ മലയാളി ഒരു ചതിയൻ ചന്തുവായി കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയേ ഉള്ളൂ. അത് MT നമുക്ക് ആവശ്യത്തിലുള്ള ഒരു ചന്തുവിനെയാണ് തന്നത് എന്നത്. വടക്കൻ പാട്ട് ഏതു തരത്തിലുള്ള ചന്തുവിനെയാണോ തീർത്തത് ആ ചന്തുവിനെ ഉടച്ചു വാർത്ത് മറ്റൊരു ചന്തുവിനെ രൂപപ്പെടുത്തുകയും അങ്ങനെ ആ ചന്തുവാണ് യഥാർത്ഥ ചന്തു എന്ന ഒരു പ്രതീതി നമ്മുടെ വർഗത്തിൽ തന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിൽ ശക്തമായ സംഖ്യാത്മകത കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള എഴുത്ത് വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാകട്ടെ ഏതെങ്കിലും തരത്തിൽ ഭീമനെ കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ചന്തുവിനെ കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വല്ലാതെ വിഗ്രഹവഞ്ചകത്വത്തിൻ്റെതായ ഒരു വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന മട്ടിലല്ല MT ചെയ്തത്. തനിക്ക് ഇങ്ങനെ തോന്നുന്നു, ആ ഒരു സംഘ സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നു എന്ന രീതിയിലാണ്. അത് വളരെ കാര്യമായ രീതിയിൽ അത് നമ്മുടെ വായനാ സമൂഹത്താൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതും എല്ലാവർക്കും അറിയാമല്ലോ.